ഹലോ എല്ലാവർക്കും HIDSൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മളൊരു ഗ്രീൻ സ്ക്രീനിൽ വെച്ചിട്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇനി നമ്മുടെ ഗ്രീൻ സ്ക്രീനിനെ കുറിച്ച് ആരെങ്കിലും അറിഞ്ഞൂടെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത് ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ കുറേ പേര് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇടുന്നുണ്ട് ഗ്രീൻ സ്ക്രീനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് എന്നിട്ട് അവർ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ തന്നെ വേറെ യൂട്യൂബ് ചാനൽസിൽ അവർ പറയുന്ന വച്ചിട്ട് അവരുടെ ഡ്രോപ്പ് ബോക്സുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴി ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനൊന്ന് പറയാൻ ശ്രമിക്കുകയാണ്. കാരണം നിങ്ങളുടെ ഫോണിൽ കൈൻ മാസ്റ്റർ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഗ്രീൻ സ്ക്രീനിൽ തന്നെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങളുടെ ചാനലിൻ്റെ പേര് വെച്ച് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നോർമലി എല്ലാവർക്കും പറ്റുന്ന ഒരു മെത്തേഡാണ്. നമ്മളിപ്പോൾ വേറെ വീഡിയോ ഒന്നും കാണേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കൈൻ മാസ്റ്റർ കയറുക, ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ. നിങ്ങളുടെ ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഏത് മെത്തേഡിൽ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ആനിമേഷൻ വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാനുള്ള നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ക്രിയേഷൻ. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, നിങ്ങൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈൻ മാസ്റ്റർ വാട്ടർമാർക്ക് ഇല്ലാതെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കൈൻ മാസ്റ്റർ മോഡഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് വാട്ടർമാർക്ക് ഇല്ലാതെ നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് കാണുക. അപ്പോൾ ഇതിൽ നമുക്ക് 16:9 സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളെ മീഡിയ എടുക്കാം. മീഡിയ എടുത്തിൽ നമ്മുടെ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ കളറിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കളർ ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രീൻ സ്ക്രീനിലല്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഗ്രീൻ സ്ക്രീൻ ആക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വലിച്ചു നീക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതിലൊരു ബോക്സ് കൊണ്ടുവരണം. അപ്പോൾ നമ്മളൊരു ലെയറിൽ ക്ലിക്ക് ചെയ്യുക, മാറിപ്പോയി. ഇത് നമ്മൾ ഇഷ്ടമുള്ള, ഞാനിപ്പോൾ ഒരു വൈറ്റ് കളർ എടുക്കാം. ഇതെടുത്തു, ഇവിടെ കൊണ്ട് വയ്ക്കുക. ഇനി ഞാനിപ്പോൾ ഒരു മെത്തേഡ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് പല രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ക്രിയേഷൻ പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് ക്രോപ്പ് ചെയ്യാം. മാസ്ക് ഓണാക്കി വയ്ക്കുക. ഷേപ്പ് നമുക്കിതാ ഈ ഒരു എഡ്ജിഡ് ഷേപ്പ് എടുക്കാം. നമുക്കിതിനൊന്ന് ക്രോപ്പ് ചെയ്യാം. ഓക്കെ കൊടുക്കുക. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് വലുതായി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ബോക്സിനെ ജസ്റ്റ് ഒന്ന് ആനിമേഷൻ ചെയ്യാൻ വേണ്ടി അനിമേഷൻ എടുക്കുക. അതിൽ നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് ഇടുന്ന സ്ലൈഡ് അപ്പ് കൊടുക്കാം. അപ്പോൾ സ്ലൈഡ് അപ്പ് 1 കിടക്കുന്നത്. അപ്പോൾ കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിതിൽ ജസ്റ്റ് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ജസ്റ്റ് ഇങ്ങനെ പൊങ്ങിയിരുന്നതാണ്. ഇനി നമുക്കിതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ഞാൻ നമ്മുടെ ചാനലിൻ്റെ പേരെടുക്കാം. HIDS എന്ന് കൊടുക്കുകയാണ്. ഇനി ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഷാഡോ ഇട്ട് കഴിഞ്ഞാൽ ബോറായി പോകും. നമ്മൾ ജസ്റ്റ് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തു. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേസ് ചെയ്യാം. ഇതിനെ കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്ന് വലുതാക്കി കൊടുക്കാം. ഇതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്റ്റ് പ്ലേസ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിനൊരു അനിമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതും നിങ്ങളുടെ ക്രിയേഷൻ പോലെ ചെയ്യാം. ഇതിൽ നമുക്ക് സ്ലൈഡ് അപ്പ് തന്നെ കൊടുക്കാം. എല്ലാം പറയട്ടെ, നമ്മുടെ ടൈമിങ് എല്ലാം കറക്റ്റാക്കി വയ്ക്കുക. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അത് നിങ്ങൾക്ക് കാണാം, ഞാൻ നമ്മുടെ ട്രൂത്ത്ഫുള്ളായി 2 ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കിങ്ങനെ വരുന്നതായിട്ടാണ്. ഇനി നമ്മുടെ ജസ്റ്റ് ഇവിടെ ഒരു സ്പേസ് ഇല്ല. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ ഐക്കൺ, ഞാനിപ്പോൾ ജസ്റ്റ് നമ്മുടെ എന്ന് കൊടുക്കാം. അവിടെ നിങ്ങളുടെ ഐക്കൺ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഇത് കറക്റ്റാക്കി വയ്ക്കുക. കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അനിമേഷൻ ഞാനിപ്പോൾ സ്ലൈഡ് അപ്പാണ് കൊടുക്കുന്നത്. പിന്നെ ടൈമിംഗ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത്. കാരണം ടൈമിംഗ് നമുക്ക് ജസ്റ്റ് മാറിപ്പോയി കഴിഞ്ഞാൽ അനിമേഷൻ്റെ ആ ഒരു ഭംഗി അങ്ങ് പോകും.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ പിന്നെ നമ്മുടെ ഈ ഷാഡോയും കൂടെ ജസ്റ്റ് ഒന്ന് ഓഫ്, ഇപ്പോൾ ജസ്റ്റ് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത് ആയിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിനെ കറക്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നോർമലി ഇത് വയ്ക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നമ്മുടെ എക്സ്പോർട്ട് ചെയ്തിട്ട് ഇതൊന്ന് വർക്കാവുമെന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇതിനെ ഞാനൊന്ന് എക്സ്പോർട്ട് ചെയ്യുകയാണ്. എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫ്രണ്ട് ചോദിച്ചു എക്സ്പോർട്ട് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൈം ജസ്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാം, ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഇനി ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത് ജസ്റ്റ് ഒരു പ്രോഗ്രാം എടുക്കാം. പ്രോഗ്രാം എടുത്തിട്ട് ഇതൊന്ന് വർക്കാവുമെന്ന് ജസ്റ്റ് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ നമുക്കിതാ ജസ്റ്റ് ഈ ഒരു ബ്ലാക്ക് കളർ എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ലെയർ നമ്മളിപ്പോൾ ചെയ്തു വെച്ച എടുത്തിട്ട് ഇപ്പം നമ്മൾ ചെയ്തു വെച്ചാണ് വന്നത്. ഇനി നമുക്കിതിന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ക്രോമ കീ ഇനേബിൾ ചെയ്യാം. ഇനി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കറക്റ്റാക്കുക. ഇതാ കണ്ടല്ലോ, വർക്കായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഔട്ട് അനിമേഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഔട്ട് അനിമേഷൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാം, തിരിച്ച് അതേപോലെ ഔട്ട് അനിമേഷൻ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നു. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.